നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. 26/6/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപ, 1 പവന് മുകളിൽ 200 രൂപയാണ് കൂടിയത്. അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയ നിരക്ക് ശക്തിപ്പെട്ടതും അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളി വിലയിൽ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 12,980, 1 പവൻ 1,03,840. അതുപോലെ 24 ക്യാരറ്റ് 14,160, 1 പവൻ 1,13,280. അതുപോലെ 18 ക്യാരറ്റ് 10,620, 1 പവൻ 84,960. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. റബ്ബർ വില അങ്ങനെ കുറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് മാർക്കറ്റില്ല. ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് വിലയൊന്ന് പറയാം. RSS കിലോ 272, RSS കിലോ 267, ISN 20 228, ലാറ്റക്സ് 60% DLCയിൽ 168 രൂപ 55 പൈസ. കൊച്ചി വില നോക്കുമ്പോൾ RSS കിലോ 272, RSS കിലോ 267. അഗർത്തല വില നോക്കുമ്പോൾ RSS കിലോ 262, RSS കിലോ 259. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS കിലോ 287 75 പൈസ, RSS കിലോ 287 32 പൈസ. വളരെയേറെ പ്രതീക്ഷയോടെ ടാപ്പിംഗ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ കവറിട്ട മരങ്ങൾ മാത്രമേ ചിലർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം പ്രതികൂല കാലാവസ്ഥയിൽ കവറിടാത്ത മരങ്ങളൊന്നും ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ മഴയുള്ളതും കാരണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ലഹരിക്കെതിരെ കൊടുങ്കാറ്റാകട്ടെ ഓപ്പറേഷൻ തുഫാൻ. കേരളത്തിൻ്റെ ഭാവിയെ വിഴുങ്ങാൻ നോക്കുന്ന ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ ഇനി വെറും ക്യാമ്പയിൻ അല്ല. ഇത് നമ്മുടെ മക്കളുടെ ഭാവി രക്ഷിക്കാനുള്ള ജനകീയ യുദ്ധം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണി ലഹരിയാണ്. ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും. ഒരു തലമുറയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള മാഫിയക്കെതിരെ ഇനി വിട്ടുവീഴ്ചയില്ല. കാസർഗോഡ് മുതൽ കൊണ്ടോട്ടി വരെ നടന്ന വൻ ലഹരി വേട്ടകൾ കാണിക്കുന്നത് ഒരു കാര്യം മാത്രം: ഇത് ചെറിയ പ്രശ്നമല്ല, കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വലിയ വിപത്താണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ പിന്തുണയും ജനങ്ങളുടെ ജാഗ്രതയും ഇന്ന് ഈ പോരാട്ടത്തിന് ഏറ്റവും വലിയ കരുത്താണ്. പണ്ട് ഗുണ്ടകളെ കണ്ടാൽ പേടിച്ചിരുന്ന സമൂഹം ഇന്ന് അവരെ പിടികൂടുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. ഈ പോരാട്ടത്തിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. സംശയാസ്പദമായ ലഹരി ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുക, കുട്ടികളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം ശക്തമാക്കുക, ലഹരിയെ ട്രെൻഡായി കാണുന്ന സംസ്കാരം അവസാനിപ്പിക്കുക. നടൻ മോഹൻലാൽ ആദ്യ തുഫാൻ വാരിയറായി രംഗത്ത്. ഇനി കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഒരു തുഫാൻ വാരിയർ ആകേണ്ട സമയമാണ്. ലഹരിയെ അവസാനിപ്പിക്കാം, ഭാവിയെ രക്ഷിക്കാം. ഒരു കുടുംബത്തിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ, ഒരു കുട്ടിയുടെ ജീവിതം തിരികെ കൊണ്ടുവരാൻ, ഒരു സമൂഹത്തെ രക്ഷിക്കാൻ ഈ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ലഹരിക്ക് നോ പറയൂ, ജീവിതത്തിന് എസ് പറയൂ. നമുക്കും അതിശക്തമായി പോരാടാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.